Hello all, welcome to EdFil Learning. KTET Category 3-യുടെ സൈക്കോളജി പാർട്ടിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 20 ചോദ്യങ്ങൾ, ആകെ 40 ചോദ്യങ്ങളിലെ 20 ചോദ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത 20 ചോദ്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. 21ാമത്തെ ചോദ്യം, അനോറക്സിയ നെർവസ ഇസ് എ ഡാഷ്. എന്താണ് അനോറക്സിയ നെർവസ എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. എ സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്, ബി ഈറ്റിംഗ് ഡിസോർഡർ, സി ബിഹേവിയറൽ പ്രോബ്ലംസ്, ഡി മെൻസ്ട്രുവൽ ഡിസോർഡർ. ഇതിൽ ഈ 4 ഓപ്ഷനിൽ ഏതാണ് അനോറക്സിയ നെർവസ ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് ചോദ്യം. ഏതായിരിക്കും ആൻസർ വരിക? ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അനോറക്സിയ നെർവസ പോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ബുലിമിയ നെർവസ. ഇതൊക്കെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലുള്ള പ്രശ്നങ്ങളെയാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ, അതായത് നമ്മൾ തടി കൂടുന്നത് പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് അനോറക്സിയ നെർവസയിൽ വരിക. ഓക്കെ, 22ാമത്തെ ചോദ്യം, ഇൻ സോഷ്യോഗ്രാം ദ പോപ്പുലർ സ്റ്റുഡൻസ് ഓഫ് ദ ക്ലാസ് ഈസ് നോൺ ആസ്. സോഷ്യോഗ്രാം അനുസരിച്ചിട്ട് പോപ്പുലർ സ്റ്റുഡൻസ്, ക്ലാസ് റൂമിലെ പോപ്പുലർ സ്റ്റുഡൻസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? എ സ്റ്റാർ, ബി ക്ലിക്ക്, സി ഐസൊലേറ്റ്, ഡി വൺ വേ ചോയ്സ്. ഇതിൽ ഈ 4 ഏതായിരിക്കും പോപ്പുലർ സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ആൻസർ വരിക സ്റ്റാർ ആണ്. പോപ്പുലർ സ്റ്റുഡൻസ് ഓഫ് ദ ക്ലാസ് ഇസ് നോൺ ആസ് സ്റ്റാർ. ഓക്കെ, അടുത്ത ചോദ്യം, which agency prepared NCF 2005? NCF 2005 ഏത് ഏജൻസിയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. എ NCTE, ബി NCERT, സി NUEPA, ഡി NCVT. ഈ 4 ഏജൻസികളാണ്. ഈ 4 ഏജൻസിയിൽ NCF 2005 പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഏജൻസി ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും? NCERT ആണ് ഉത്തരം. എന്തുകൊണ്ടാണ് NCERT, എന്താണ് NCF 2005 എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. NCFന്റെ ഫുൾ ഫോം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്നാണ്. The NCF 2005 serve as a guideline for syllabus, textbook and teaching practices for the schools in India. അതായത് നമ്മുടെ സ്കൂൾസിലെ ടെക്സ്റ്റ് ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ടെക്സ്റ്റ് ബുക്ക്, സിലബസ്, ടീച്ചിങ് പ്രാക്ടീസസ്, ഇതിനൊക്കെയുള്ള ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് NCF 2005 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഏത് ഏജൻസിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? NCERT. NCERT എന്ന് പറയുമ്പോൾ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. NCERTന്റെ ഫുൾ ഫോം ആണിത്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഓക്കെ, അടുത്ത ചോദ്യം, ദി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഓഫ് എ ലേണർ comes under. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. എ നേച്ചർ, ബി നർച്ചർ, സി ബോത്ത് ഓഫ് ദെം, ഡി നൺ ഓഫ് ദെം. അതായത് നേച്ചർ ആണോ നർച്ചർ ആണോ അതോ രണ്ടും ആണോ എന്നുള്ളതാണ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, നമ്മളെ ബാല്യകാല അനുഭവങ്ങൾ. ഏതായിരിക്കും ഉത്തരം വരിക? ആൻസർ വരിക നർച്ചർ ആണ്. എന്താണ് നർച്ചറും നേച്ചറും തമ്മിലുള്ള വ്യത്യാസം? നേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബയോളജിക്കൽ ആയിട്ട്, ജനറ്റിക് ഇൻഹെറിറ്റൻസ് ആയിട്ട് നമ്മുടെ പാരൻസിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടിയതിനെയാണ് നമ്മൾ നേച്ചർ എന്ന് വിളിക്കുന്നത്. അത് ബയോളജിക്കൽ ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ നർച്ചർ എന്തായിരിക്കും? അതൊരിക്കലും നമ്മൾ ബയോളജിക്കലി കിട്ടിയതല്ല, നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ സ്വാംശീകരിക്കുന്നതിനെയാണ് നർച്ചർ എന്ന് വിളിക്കുക. അപ്പോൾ ഈ നേച്ചർ വേഴ്സസ് നർച്ചർ കോൺട്രവേഴ്സി കേട്ടിട്ടില്ലേ? നേച്ചർ വേഴ്സസ് നർച്ചർ കോൺട്രവേഴ്സി. നേച്ചർ വേഴ്സസ് നർച്ചർ കോൺട്രവേഴ്സിൽ എന്തായിരിക്കും പറയാ? നേച്ചർ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വരിക, നർച്ചർ വരിക എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം, a specific learning disability that affects a person's writing ability is known as.
ഒരാള് ഒരു ലേണിംഗ് ഡിസബിലിറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ലേണിംഗ് ഡിസബിലിറ്റി ഏതുമായി ബന്ധപ്പെട്ടതാണ്? അയാളുടെ റൈറ്റിംഗ് എബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഏതാണ്? എ ഡിസ്ലെക്സിയ, ബി ഡിസ്കാൽക്കുലിയ, സി ഡിസ്പ്രാക്സിയ, ഡി ഡിസ്ഗ്രാഫിയ. ഇതിൽ ഏതായിരിക്കും? പെട്ടെന്ന് കിട്ടും, നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാവുന്ന ആൻസർ ആണ് ഡി ഡിസ്ഗ്രാഫിയ. ഗ്രാഫിയ എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്നതായിട്ട് റിലേറ്റഡ് ആണ്. ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കണക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്ലെക്സിയ എന്ന് പറയുമ്പോൾ കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇതൊക്കെയാണ് വരിക. ഡിസ്ഗ്രാഫിയാണ് റൈറ്റിംഗ് എബിലിറ്റി ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി. ഓക്കെ, അടുത്ത ചോദ്യം. The IQ level of a learning disabled child should be at least എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഏതായിരിക്കും? ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം IQയുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതായിരിക്കും ലേണിംഗ് ഡിസേബിൾഡ് ചൈൽഡ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ്? ഏതായിരിക്കും? 6 to 74 ആണ്. കാരണം ഇത് ഏകദേശം ഹൈ IQ ആണ്, എബവ് ആവറേജിന് മുകളിലാണ് വരുന്നത്. 110 ഒക്കെ വരുമ്പോഴത്തേക്കും കുട്ടി കുറച്ചുകൂടെ ഇന്റലിജന്റ് ആണ്. ഈ 75നും 89നും ഒക്കെ അത്യാവശ്യം മോഡറേറ്റ്ലി ഇന്റലിജന്റ് എന്നൊക്കെ പറയാം. ഈ 70ക്ക് താഴെ വരുമ്പോഴാണ് നമ്മൾ ഇന്റലിജന്റ്ലി കുറച്ച് ഡിസേബിൾഡ് ആണ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ 60 to 74 ഒക്കെ വരുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ 60 ബിലോ വരുമ്പോഴത്തേക്കും കുട്ടി നല്ല രീതിയിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് 16 to 74 ആൻസർ വന്നിരിക്കുന്നത്. 27ാമത്തെ ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് യൂസ്ഡ് ഫോർ ഫീഡ്ബാക്ക്? ഫീഡ്ബാക്കിന് യൂസ് ചെയ്തിരിക്കുന്ന ഏതാണെന്നാണ് ചോദ്യം. എ മെഷർമെന്റ്, ബി അസസ്മെന്റ്, സി ഇവാലുവേഷൻ, ഡി നൺ ഓഫ് ദി അബവ്. ഈ മൂന്നെണ്ണത്തില് ഏതാണ് ഫീഡ്ബാക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്? ഏതായിരിക്കും? അസസ്മെന്റ് ആണ് ഫീഡ്ബാക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മെഷർമെന്റ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അസസ്മെന്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അസസ്മെന്റ് ഫീഡ്ബാക്കുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. Assessment is the process of judging or deciding the amount, value or quality and importance of something. Feedback is an information given on the amount, value, quality or importance of something that is being judged. Okay, next one. 28ാമത്തെ ചോദ്യമാണ്. According to Bruner's theory of learning, there are dash modes of representation. ബ്രോണറിന്റെ തിയറി അനുസരിച്ചിട്ട് എത്ര മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ ഉണ്ടെന്നാണ് ചോദ്യം. എ 2, ബി 3, സി 4, ഡി 5. എത്ര മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ ഉണ്ട് ബ്രൂണറിന്റെ തിയറിയിൽ? എത്ര മോഡ്സ് ഉണ്ട്? ആൻസർ 3 ആണ്. ഏതൊക്കെയാണ് 3 മോഡ്സ് ഓഫ് റെപ്രസെന്റേഷൻ? അറിയാലോ, ഇനാക്റ്റീവ് വരും, ഐക്കോണിക് വരും ആൻഡ് സിംബോളിക് വരും. എക്സ്പ്ലനേഷൻ നോക്കാം. ബ്രൂണർ ഐഡന്റിഫൈഡ് 3 modes of representation: the inactive, the iconic and the symbolic, which move broadly from the concrete to abstract. ഈ 3 modes of representation ഇല്ലേ, നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ അത് കോൺക്രീറ്റിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്കാണ് പോവുക. നമ്മൾ ഒരു ചെറിയ കോൺക്രീറ്റ്, അതൊരു മുകളിലുള്ള പഠനം, ഒരു പ്രതല തലത്തിൽ നിന്നുകൊണ്ടുള്ള പഠനത്തിൽ നിന്ന് നമ്മൾ വളരെ ആഴത്തിലേക്കുള്ള പഠനത്തിലേക്കാണ് ഈ മോഡ്സ് വഴി എത്തുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൊജക്റ്റീവ് എയ്ഡ്? ഏതാണ് താഴെ പറയുന്നവയിൽ പ്രൊജക്റ്റീവ് എയ്ഡ് ആയിട്ട് അറിയപ്പെടുന്നത്? ഏതാണ്? എ OHP, ബി ഫ്ലാഷ് കാർഡ്സ്, സി ഫ്ലാനൽ ബോർഡ്, ഡി പെഗ് ബോർഡ്. ഈ 4 എണ്ണത്തിൽ ഏതാണ് പ്രൊജക്റ്റീവ് എയ്ഡ്? ഏതായിരിക്കും? OHP ആണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ OHP അല്ലാതെ ഈ 3 കാര്യങ്ങളും നോൺ പ്രൊജക്റ്റീവ് എയ്ഡ് ആണ്. അതിന്റെ കറക്റ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതാണ് ക്ലാസിഫിക്കേഷൻ വരിക. ക്ലാസിഫിക്കേഷൻ ഓഫ് AV എയ്ഡ്സ്. AV എയ്ഡ്സ് 2 തരത്തിലാണ് ഉണ്ടാവുക, പ്രൊജക്റ്റഡും നോൺ പ്രൊജക്റ്റഡും. ഈ പ്രൊജക്റ്റഡിലാണ് നമ്മൾ ഫിലിം, OHP, ഒപാക് പ്രൊജക്ടർ,
ഫിലിം സ്ട്രിപ്സ് ഒക്കെ പെടുന്നത്. പിന്നെ നോൺ പ്രൊജക്റ്റഡിലാണ് ഓഡിയോ, ഗ്രാഫിക്, ആക്ടിവിറ്റി, ഡിസ്പ്ലേ ഇതൊക്കെ വരുന്നത്. ഇവിടെ നമ്മൾ കാണാം ഈ മൂന്ന് കാര്യങ്ങൾ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഡിസ്പ്ലേ, ആക്ടിവിറ്റി, ഗ്രാഫിക്, ഈ മൂന്ന് കാര്യങ്ങളായിട്ട് റിലേറ്റഡ് ആണ്. ഇത് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? നോൺ പ്രൊജക്റ്റഡിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇവിടെ OPH അതായത് ഓവർ ഹെഡ് പ്രൊജക്ടർ, ഈ ഒരെണ്ണം മാത്രമേ എന്തിന്റെ അണ്ടറിൽ വരുന്നത്? പ്രൊജക്ടറിന്റെ അണ്ടറിൽ വരുന്നുള്ളൂ. അടുത്ത ചോദ്യം, മോറൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ലാർജ്ലി ലിങ്ക്ഡ് വിത്ത് ഡാഷ്. മോറൽ ഡെവലപ്മെന്റ് എന്തുമായിട്ട് കൂടുതലായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. A. Physical development, B. Social development, C. Cognitive development, C. Sexual development. ഈ മൂന്നില് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ചോദ്യമാണിത്. ഈ മൂന്നെണ്ണത്തില് മോറൽ ഡെവലപ്മെന്റ് നമ്മളിങ്ങനെ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, അവരങ്ങനെ പറഞ്ഞു, മൂത്ത ഒരു വയസ്സിന് മൂത്ത ആളാണ്, നമ്മൾ അവരെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, അത് എന്തിന്റെ അണ്ടറിലാണ് വരിക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വളർച്ച ഡയമെൻഷനുമായി ബന്ധപ്പെട്ടതാണ്? ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണോ? മോറൽ ഡെവലപ്മെന്റും ഫിസിക്കൽ ഡെവലപ്മെന്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇനി സോഷ്യൽ ഡെവലപ്മെന്റ് ആണോ? അത് നമുക്കൊരു എന്താ പറയാ, ഒരു കൺഫ്യൂസിങ് ആണ്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. മോറൽ ഡെവലപ്മെന്റും കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും തമ്മിൽ ചെറിയ രീതിയിൽ കുറച്ച് ബന്ധങ്ങളുണ്ട്. പിന്നെ സെക്ഷൽ ഡെവലപ്മെന്റ് ആണോ? തീരെ ബന്ധമില്ലാത്ത ഒരു രീതിയാണ് മോറൽ ഡെവലപ്മെന്റും സെക്ഷുവൽ ഡെവലപ്മെന്റും. ഉത്തരം നോക്കാം. ഉത്തരം വരാം സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. കാരണം മാൻ ഇസ് എ സോഷ്യൽ ബീയിങ്. അവര് സോഷ്യൽ ബീയിങ് ആയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവരെങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ മോറൽ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മോറൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇസ് ലാർജ്ലി ലിങ്ക്ഡ് വിത്ത്. ലാർജ്ലി എന്ന് ചോദിച്ചുകൊണ്ടാണ് കോഗ്നിറ്റീവ് വരാതിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആസ് ഫണ്ടമെന്റൽ റൈറ്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ് അതായത് എഡ്യൂക്കേഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നതെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലനേഷനിലാണ് പറഞ്ഞത്. ആ ഒരു ഓർമ്മയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ 4 ഏതായിരിക്കും? A. ആർട്ടിക്കിൾ 21A, B. ആർട്ടിക്കിൾ 45, C. ആർട്ടിക്കിൾ 15, D. ആർട്ടിക്കിൾ 46. ഏതായിരിക്കും ആൻസർ വരാ? ആർട്ടിക്കിൾ 21A ആണ്. ഓക്കെ, അടുത്തത് 32ാമത്തെ ചോദ്യം. ദ ടേം എക്സ്റ്റിങ്ഷൻ കംസ് ഇൻ A. ക്ലാസിക്കൽ കണ്ടീഷനിങ്, B. ഒപ്പറന്റ് കണ്ടീഷനിങ്, C. ബോത്ത് ഒപ്പറന്റ് ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, D. നൺ ഓഫ് ദി എബവ്. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു പഠനം നടന്നു കഴിഞ്ഞു, അത് കുറച്ച് കാലത്തിന് ശേഷം മറന്നു പോവുക, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടുകളയുക, അതിനാണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അത് ഏത് കണ്ടീഷനിങ്ങിലാണ് പെടുന്നത് എന്നാണ് ചോദ്യം. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലാണോ, അതോ ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിലാണോ, അതല്ലെങ്കിൽ ഇത് രണ്ടിലും പെടുവോ? ഏതാണ് ഉത്തരം വരിക? നമ്മളൊരു പഠനം നടന്നു കഴിഞ്ഞാൽ അത് വിട്ടുപോകുന്നത്? തീർച്ചയായും അത് 2 കണ്ടീഷനിങ്ങിലും വരും. നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അത് ചിലപ്പോൾ മറന്നു പോവാം, ഓക്കെ, അല്ലെങ്കിൽ അത് വിട്ടുകളയാം. അതുകൊണ്ടാണ് രണ്ടും ആൻസർ ആയിട്ട് വരുന്നത്. The disappearance of previously learned behavior when the behavior is not reinforced. അതാണ് എക്സ്റ്റിങ്ഷന്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നായ്ക്ക് ഭക്ഷണം കിട്ടിയില്ല, ബെല്ലടിച്ചിട്ട് ഭക്ഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ബെല്ലിനോട് നായ പെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അവിടെ എക്സ്റ്റിങ്ഷൻ നടക്കുന്നുണ്ട്. കുട്ടിക്ക് നമ്മൾ സ്കൂളിൽ നേരത്തെ വരികയാണെന്ന് വെച്ചോ, സ്കൂളിൽ നേരത്തെ വരുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറി നമ്മൾ ചോക്ലേറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുട്ടി നേരത്തെ വരിക എന്നുള്ള ശീലവും മാറ്റും എന്നാണ് പറയുന്നത്. എക്സ്റ്റിങ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. ഓക്കെ, അടുത്ത ചോദ്യം 33ാമത്തെ ചോദ്യമാണ്. ഇൻ വിച്ച് സ്റ്റൈൽ ഓഫ് ടീച്ചിങ് ദ ടീച്ചർ ഗിവ്സ് എ ലെങ്തി വൺ-വേ ഡിസ്കഷൻ ഓൺ പ്രീ അസൈൻഡ് ടോപ്പിക്? ഏത് സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങിലാണ് ടീച്ചർ നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ഡിസ്കഷൻ കൊടുക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. A. അതോറിറ്റി സ്റ്റൈൽ, B. ഡെലിഗേറ്റർ സ്റ്റൈൽ, C. ഫെസിലിറ്റേറ്റർ സ്റ്റൈൽ, D. ഡിമോൺസ്ട്രേറ്റർ സ്റ്റൈൽ. ഒരു 4 സ്റ്റൈൽസ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അതിലേതാണ് എ ടീച്ചർ ഗിവ്സ് എ ലെങ്തി വൺ-വേ ഡിസ്കഷൻ? വൺ-വേ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു സമയം ഒരാൾ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വൺ-വേ ഡിസ്കഷൻ.
ആ വൺ വേ ഡിസ്കഷൻ, അതായത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഒരു ടോപ്പിക്കിൽ, ഒരു വിഷയത്തിൽ ഒരു വൺ വേ ഡിസ്കഷൻ ടീച്ചർ കൊടുക്കുന്നത് ഇതിൽ ഏത് സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങിലാണ് എന്നാണ് ചോദ്യം. ഏത് സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങിലായിരിക്കും? അതോറിറ്റി സ്റ്റൈല്. കാരണം എന്താ? 5 മെയിൻ ടീച്ചിങ് സ്റ്റൈൽസ് ഉണ്ട്. ഒന്ന് അതോറിറ്റി ടീച്ചിങ് സ്റ്റൈൽ, പിന്നെ ഡെലിഗേറ്റഡ് ടീച്ചിങ് സ്റ്റൈൽ, അത് കഴിഞ്ഞിട്ട് ഫെസിലിറ്റേറ്റർ വരുന്നുണ്ട്, പിന്നെ ഡിമോൺസ്ട്രേറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ അതോറിറ്റി ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഒരു ടീച്ചർ ഒരു വൺ വേ ഡിസ്കഷൻ വഴി പ്രീ അസൈൻഡ്, നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ഒരു വിഷയത്തിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്നതാണ് അതോറിറ്റി സ്റ്റൈൽ ഓഫ് ടീച്ചിങ്. ഡെലിഗേറ്റർ എന്താണെന്ന് നോക്കാം. places most of the classroom control and responsibility on the individual student or group of students. എന്ത് ചെയ്യും? ടീച്ചർ കൺട്രോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കും? ഒരു ക്ലാസിന്റെ കൺട്രോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കും? ഒരു ഇൻഡിവിജ്വലിന്, ചിലപ്പോൾ ക്ലാസ് ലീഡർക്കോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, ഇന്ന് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ബി ഗ്രൂപ്പ്, നമ്മളിങ്ങനെ ക്ലാസ്സിൽ ഗ്രൂപ്പ് വൈസ് ചെയ്യില്ലേ, ആ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് അസൈൻ ചെയ്ത് കൊടുക്കുന്ന സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെലിഗേറ്റഡ് ടീച്ചിങ് സ്റ്റൈൽ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഫെസിലിറ്റേറ്റഡ് ടീച്ചിങ് സ്റ്റൈലാണ്. സപ്പോർട്ട് എവറി സ്റ്റുഡൻസ് ടു ഡു ദെയർ ബെസ്റ്റ് തിങ്കിങ് ആൻഡ് പ്രാക്ടീസ്. എന്താണ്? എല്ലാ കുട്ടികളെയും ടീച്ചർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഫെസിലിറ്റേറ്റഡ് ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അടുത്തത് ഡിമോൺസ്ട്രേറ്റർ ആണ്. Hold on to the authority role, but they also can show students visually what they need to learn and okay, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞൊക്കെ കൊടുക്കും. ഒരു വിഷയം നമ്മൾ ഈ പറഞ്ഞ അതോറിറ്റി സ്റ്റൈൽ ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ എന്താണ് അവിടെ? ടീച്ചർ ഡിമോൺസ്ട്രേറ്റ്, ടീച്ചർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡിമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കില്ലേ, അതുപോലെയാണ് ഡിമോൺസ്ട്രേറ്റഡ് ടീച്ചിങ് സ്റ്റൈൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ലാസ്റ്റ് വൺ ആണ് ഹൈബ്രിഡ് സ്റ്റൈൽ. ഇതൊക്കെ കൂടിയിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ഇതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷനിൽ ചിലപ്പോൾ ഒരു കുട്ടീനെ തീരുമാനിച്ചുകൊണ്ട് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടാവും, അതേസമയം ടീച്ചർ കാണിച്ചു തരുന്നുണ്ടാവും, അതേസമയം ടീച്ചർ നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നുണ്ടാവും. ഇതൊക്കെ കൂടി വരുന്നതിനാണ് നമ്മൾ ഹൈബ്രിഡ് സ്റ്റൈൽ ഓഫ് ടീച്ചിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 34ാമത്തെ ചോദ്യമാണ്. എ സ്റ്റുഡൻറ് റീഡ്സ് എ ലോട്ട് ഓഫ് ലിറ്റററി വർക്ക്സ് ബിക്കോസ് ഹി ലവ്സ് റീഡിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമുക്കറിയാം, മോട്ടിവേഷൻ എന്നുള്ള ചാപ്റ്റർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇത് വന്നിരിക്കുന്നത് എന്താണ്? ഒരാള് ഒരുപാട് ലിറ്റററി വർക്ക്സ് വായിക്കുന്നുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? കാരണം അയാൾക്ക് വായിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് എന്ത് മോട്ടിവേഷൻ ആയിരിക്കും? നമുക്ക് നോക്കാം. എ ഇൻട്രൻസിക് മോട്ടിവേഷൻ, ബി എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, സി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, ഡി പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഇതില് നമുക്ക് മനസ്സിലായി ഏതോ മോട്ടിവേഷൻ ആണെന്ന് മനസ്സിലായി. ഇതിൽ ഏത് മോട്ടിവേഷൻ ആണ്? ഇൻട്രൻസിക് ആണോ എക്സ്ട്രിൻസിക് ആണോ വരിക? ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യുന്ന മോട്ടിവേഷനെയാണ്. വേറൊരാളും നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്? ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചുറ്റുമുള്ള വസ്തുക്കൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ്, ഒരു കാര്യം ചെയ്യാൻ ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആൻസർ എന്താ വരാ? ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഓക്കെ, അടുത്ത 35ാമത്തെ ചോദ്യമാണ്. Who among the following is not associated with Gestalt psychology? ശ്രദ്ധിക്കണം, not associated with Gestalt psychology. ഗസ്റ്റാൾട്ട് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാത്ത ആരാണ് എന്നാണ് ചോദ്യം. എ വോൾഫ്ഗാങ് കോഹ്ലർ, ബി ബ്രൂണർ, സി കർട്ട് കോഫ്ക, ഡി മാക്സ് വെർത്തേമർ. നമുക്ക് അറിയാവുന്ന ഒരു ഉത്തരമായിരിക്കും ഇത്. ഏതായിരിക്കും ഇതില്? ഓക്കെ, ബ്രൂണർ ഒഴികെ ഈ 3 പേരും ഗസ്റ്റാൾട്ട് സൈക്കോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻസർ ബ്രൂണർ തന്നെയാണ്. ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്താ പറയുന്നത്? ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. നമ്മൾ ഹോളിനെ നോക്കണം, അതിന്റെ ഭാഗങ്ങളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്തിനാണ്? ആ മുഴുവൻ കാര്യത്തിലാണ്, ആ മുഴുവൻ ചിത്രത്തിലേക്കാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ദ ടേം പസിൽ ബോക്സ് ഇസ് അസോസിയേറ്റഡ് വിത്ത്.
എ പാവ്ലോ, ബി ലെവിൻ, സി ബ്രൂണർ, ഡി തോണ്ടൈക്ക്. പസിൽ ബോക്സ് ആരുമായിട്ട്, താഴെ പറയുന്നവയിൽ ആരുമായിട്ടാണ് പസിൽ ബോക്സ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരുമായിട്ടാണ്? പാവ്ലോ ആയിട്ടാണോ, ലെവിൻ ആയിട്ടാണോ, ബ്രൂണർ ആയിട്ടാണോ, തോണ്ടൈക്ക് ആയിട്ടാണോ? ആരുമായിട്ട്? ഒരു ലേണിംഗ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഇതിൽ ലേണിംഗുമായിട്ട് റിലേറ്റഡ് ആണല്ലോ ഇവരെല്ലാവരും, ലെവിൻ ഒഴികെ. ഓക്കെ, നോക്കാം. ആൻസർ വരാം തോണ്ടൈക്ക് ആണ്. നമ്മൾ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തോണ്ടൈക്കിലാണ് പഠിക്കുന്നത്. തോണ്ടൈക്ക് ആണ് ഈ പസിൽ ബോക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ ഈഡിപ്പസ് കോംപ്ലക്സ് ഹാപ്പൻസ് ഇൻ ഫാലിക് സ്റ്റേജ്, ലേറ്റൻസി സ്റ്റേജ്, ജനൈറ്റൽ സ്റ്റേജ്, നൺ ഓഫ് ദി അബോവ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്താണ്? ഈഡിപ്പസ് കോംപ്ലക്സ് ഇപ്പോ അച്ഛന് മകൾ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിക്ക് തന്റെ ഓപ്പോസിറ്റ് സെക്സ് പാരന്റിനോട്, അതായത് അച്ഛനോട് എന്ത് ചെയ്യും? ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൂടുതൽ തോന്നുന്നതിനെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അത് ഏത് ഇയറിലാണെന്നാണ് ചോദിക്കുന്നത്, ഏത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലാണ്? ആരാണ് ഈ ഈഡിപ്പസ് കോംപ്ലക്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി? അതെ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഫ്രോയിഡ് ആണ് ഈഡിപ്പസ് കോംപ്ലക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തി. ഫ്രോയിഡിന്റെ സൈക്കോ അനലറ്റിക് തിയറിയിലാണ് നമ്മൾ ഈഡിപ്പസ് കോംപ്ലക്സ് ഒക്കെ പഠിക്കുന്നത്. ഫ്രോയിഡിന്റെ ഡെവലപ്മെന്റൽ തിയറിന്റെ പേരെന്താണ്? സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ്. മറന്നു പോകണ്ട. The Oedipal complex occurs during the phallic stage of development. Phallic stage വരുന്നത് 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഏജിലാണ്. In which the source of libido, the life force, is concentrated in the erogenous zones of the child's body. During the stage, children experience an unconscious feeling of desire for their opposite sex parents and jealous and envy towards their same sex parents. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഓപ്പോസിറ്റ് സെക്സ് പാരന്റിന്റെ അടുത്ത് നമുക്ക് ഒരു ഇഷ്ടം കൂടുതൽ അല്ലെങ്കിൽ ഒരു ആകർഷണം ഇതൊക്കെ ഫീൽ ചെയ്യുന്നതിനാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. അതേസമയം നമ്മുടെ സെയിം സെക്സ് പാരന്റിന്റെ അടുത്ത് എന്ത് വരുന്നുണ്ട്? ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ദേഷ്യം, ഇതൊക്കെ ഒരു പകയൊക്കെ വരുന്നതിനെയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയാം. അടുത്ത ചോദ്യം, according to KC of 2007, the flexible curriculum is associated with. KC of 2007 അനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ കരിക്കുലം എന്തുമായിട്ട്, താഴെ പറയുന്നവയിൽ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, ബന്ധപ്പെട്ട് കിടക്കുന്നു? എ പ്രീ സ്കൂൾ ലെവൽ, ബി പ്രൈമറി ലെവൽ, സി സെക്കൻഡറി ലെവൽ, ഡി ഹയർ സെക്കൻഡറി ലെവൽ. ഇതിൽ ഏത് ഇയർ അല്ലെങ്കിൽ ഏത് ലെവലിലാണ്? നമുക്കറിയാം ഹയർ സെക്കൻഡറി ലെവൽ അറിയാം, സെക്കൻഡറി ലെവൽ അറിയാം, പ്രൈമറി ലെവൽ അറിയാം, പ്രീ സ്കൂൾ ലെവൽ അറിയാം. ഫ്ലെക്സിബിൾ കരിക്കുലം, നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാനും പിടിക്കാനൊക്കെ പറ്റുന്നതിനാണ് ഫ്ലെക്സിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഏത് ലെവലിലായിരിക്കും? പ്രൈമറി ലെവലിലായിരിക്കും. കാരണം വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പ്രൈമറി ലെവലിൽ പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും, കുട്ടികളെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ പറ്റും. ഈ ഒരു ഹയർ സെക്കൻഡറി ലെവലൊക്കെ ആകുമ്പോൾ എന്താവും, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പഠിച്ച് ഫോളോ ചെയ്ത് പോകേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്രൈമറി ലെവലിൽ ഈ ഫ്ലെക്സിബിൾ കരിക്കുലം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. KCF എന്ന് പറഞ്ഞിരിക്കുന്നത് കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, തിങ്കിങ് ഓഫ് എവറി പോസിബിൾ യൂസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ. എന്തിന് എക്സാമ്പിൾ ആയിട്ടാണ് എവറി പോസിബിൾ യൂസ് വന്നിരിക്കുന്നത്? എല്ലാം ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, എ വന്നിരിക്കുന്നത് കൺവേർജന്റ് തിങ്കിങ് ആണ്, ബി റീസണിങ്, സി ഡൈവേർജന്റ് തിങ്കിങ്, ഡി നൺ ഓഫ് ദി അബോവ്. ഇതിൽ ഏകദേശം ആൻസർ വരെ ഏതായിരിക്കും? കൺവേർജന്റ് ഓർ ഡൈവേർജന്റ് ആയിരിക്കും. കൺവേർജന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു തിങ്കിങ് എബിലിറ്റി ആണ്. ഡൈവേർജന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൺവേർജന്റ് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഡൈവേർജന്റ് എന്തായിരിക്കും? കുറച്ച് വ്യത്യസ്തരായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഡൈവേർജന്റ് തിങ്കിങ് എന്തിലേക്ക് ലീഡ് ചെയ്യും? ക്രിയേറ്റിവിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ ആൻസർ എന്താ വരിക? സി ഡൈവേർജന്റ് തിങ്കിങ് ആണ് ആൻസർ വരിക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ. ഒരു മിനിറ്റ്. ഡൈവേർജന്റ് തിങ്കിങ് ആണ് ആൻസർ വരിക. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ divergent thinking is a thought process or method used to generate creative ideas by exploring many possible solutions. ഏകദേശം എല്ലാ പോസിബിൾ സൊല്യൂഷൻസും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക?
ഒരു പുതിയ കാര്യം ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് വിളിക്കുന്നത്. 40ാമത്തെ ചോദ്യമാണ്, ദ സബ്സംഷൻ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ. സബ്സംഷൻ തിയറി കൊണ്ടുവന്നിരിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. എ ജെറോം ബ്രൂണർ, ബി ഡേവിഡ് ഒസുബൽ, സി റോബർട്ട് ഗാഗ്നെ, കർട്ട് ലെവിൻ. നമുക്ക് ഇതൊരു എലിമിനേഷൻ മെത്തേഡിലൂടെ നോക്കാം. സബ്സംഷൻ ആരുമായിട്ട് റിലേറ്റഡ് ആണ്? ജെറോം ബ്രൂണറായിട്ട് റിലേറ്റഡ് ആണോ? അല്ല. പിന്നെ ഇരിക്കുന്നത് കർട്ട് ലെവിനും ഡേവിഡ് ഒസുബലും റോബർട്ട് ഗാഗ്നെയും. ഇതിൽ കർട്ട് ലെവിനായിട്ട് റിലേറ്റഡ് ആണോ? അല്ല. പിന്നെ വരുന്നത് ഒസുബലും റോബർട്ട് ഗാഗ്നെയാണ്. ഇതിൽ ആരായിരിക്കും? നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു തിയറിയാണ് സബ്സംഷൻ തിയറി വന്നിരിക്കുന്നത്. എന്നാലും നമ്മൾ ഒരു ഗസ് അടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും ഇതിൽ വരിക? ആൻസർ വരാ ഡേവിഡ് ഒസുബൽ ആണ്. എന്താണ് തിയറി നോക്കാം. According to Osubel's subsumption theory, a learner absorbs new information by tying it to existing concepts and ideas that they have already acquired. അതായത് ഒരു പുതിയ കാര്യം നമുക്ക് കിട്ടി, ആ കാര്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഓൾറെഡി ഉള്ള കൺസെപ്റ്റുമായിട്ട്, നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമായിട്ട് എന്ത് ചെയ്യും? ടൈ ചെയ്ത് വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പുതിയ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യും. അതിനെയാണ് പറയുന്നത് എന്ത്? സബ്സംഷൻ തിയറി എന്ന് വിളിക്കുന്നത്. According to Osubel, the subsumption theory, a learner absorbs new information by tying it to existing concepts and ideas that they have already acquired. ഇതിനെയാണ് സബ്സംഷൻ തിയറി എന്ന് വിളിക്കുന്നത്. ഇതാണ് അവസാനത്തെ ചോദ്യം. നമ്മൾ ക്ലാസ് ഏകദേശം 40 ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ 20, ഈ ക്ലാസ്സിൽ 20 ആയിട്ട് കേട്ടറ്റ് കാറ്റഗറി 3യുടെ 2022 ഫെബ്രുവരിയിലെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.